നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും സഖ്യകക്ഷികളും വാട്ടർലൂയുമായി ഏറ്റുമുട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ തന്റെ കടുത്ത പോരാട്ടത്തെ അഭിമുഖീകരിക്കുന്നത്. 2014 ബി.ജെ.പിയെ ഒന്നാം സ്ഥാനത്തെത്തിച്ച വിശ്വാസ്യതയെക്കുറിച്ചുള്ള ചർച്ച മോദി തരംഗത്തെ ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ഒരു വിഷയം പ്രസക്തമാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ മോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും മുന്നിൽ നിരവധി ചോദ്യങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. മുംബൈ എന്ന സ്വപ്നങ്ങളുടെ നഗരവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ അഭൂതപൂർവമായ പ്രചാരണ പരിപാടികൾ നടത്തിയിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ചീട്ടുകൊട്ടാരമോ ഹിന്ദുത്വമോ ഫലിക്കാത്തതിനാൽ ബോംബെ പ്രഹേളിക ബി.ജെ.പിയെ അമ്പരിപ്പിച്ചു എന്ന് തന്നെ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. മധ്യപ്രദേശിലെ ലാഡ്ലി ബഹേന പദ്ധതിയുടെ മാതൃകയിലുള്ള ലഡ്കി ബഹിൻ പദ്ധതി മോദി ഷായുടെ അസ്വസ്ഥത അല്പമെങ്കിലും ഒന്ന് അകറ്റുന്നു എന്ന് തന്നെ പറയാം. ഗുജറാത്ത് മോഡലിൽ ഉയർന്നു വന്നവർ അയൽ സംസ്ഥാനമായ മധ്യപ്രദേശ് തന്റെ പെറ്റ് സ്കീം പിന്തുടരുന്നത് ശിവരാജ് സിംഗ് ചൗഹാനോടുള്ള മധുര പ്രതികാരമാണ്. ബഡാഖർ പോക്കൽവാസ എന്ന് മറാത്തി ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതായത്, ഒരു വീട് നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഗംഭീരമായി തോന്നാം, എന്നാൽ അകത്ത് ഒരുതരം ജീർണിച്ച അവസ്ഥയിലായിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അത് വെറും പൊള്ളയാണ്. വ്യാജ വിവരണത്തിന്റെ ഇരകളായി സ്വയം ഉയർത്തിക്കാട്ടുന്നവരുടെ ആഖ്യാന രീതിയിൽ ഇതൊരു മാറ്റത്തിന് കാരണമാകും. കൂടാതെ മഹാവികാസ് അഘാടി അതിന്റെ പ്രകടന പത്രികയിലൂടെ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം. ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരം ജനകീയ പദ്ധതികൾ ഏത് കക്ഷി കൊണ്ടുവന്നാലും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ താളം തെറ്റിക്കും. പാഠപുസ്തകത്തെക്കാൾ കൂടുതൽ ഗൈഡിനെ ആശ്രയിക്കുന്ന പരീക്ഷയ്ക്ക് തയ്യാറാകാത്ത പരിഭ്രാന്തിയുള്ള വിദ്യാർത്ഥിയെ പോലെയാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ മേഖലയിൽ പോരാട്ടം കേന്ദ്ര വേദിയാകുമ്പോൾ ഉള്ളിലെ പ്രക്ഷുബ്ധത പ്രതിഫലിപ്പിക്കുകയാണ് ബി.ജെ.പി. കഴിഞ്ഞ ദശകത്തിൽ ആദ്യമായി ഇൻകമിംഗ് നേതാക്കളെക്കാൾ ഔട്ട് ഗോയിങ് നേതാക്കളെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇത് ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഒരു കാര്യമായിരുന്നു. പരവതാനിക്ക് കീഴിലുള്ള പ്രശ്നങ്ങളും പൊടുന്നനെ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. മുൻ കേന്ദ്രമന്ത്രി സൂര്യകാന്ത പാട്ടീൽ ശരത് പവാറിന്റെ എൻ.സി.പിയിൽ തിരിച്ചെത്തുകയും മറാത്ത ശക്തനായ മുൻ മന്ത്രി മാധവ് കിൻഹാൽക്കർ ബി.ജെ.പിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ട മറാത്ത്വാഡ മേഖലയിൽ നിന്നുള്ളവരാണ് ഇരുവരും. മറാത്ത സംവരണ പ്രശ്നത്തെ ചുറ്റിപ്പറ്റിയുള്ള മഹായുതിയുടെ അസ്വാസ്ഥ്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. മറാത്ത സംവരണ പ്രശ്നത്തിന്റെ ശബ്ദമായി മാറിയ മനോജ് ജാരൻഗെ പാട്ടീൽ വീണ്ടും യുദ്ധപാതയിൽ. സമാധാന യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മാർച്ച് ഭരണവൃത്തങ്ങളിൽ അസ്വാരസ്യം സൃഷ്ടിക്കുന്നു. കാരണം പ്രബല സമുദായം ജാരൻഗയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പാട്ടീലിന്റെ കൈപ്രശ്നത്തിന് പെട്ടെന്നുള്ള പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഭരണകക്ഷിയായ മഹായുതിയുടെ അംഗങ്ങൾ ഈ ആഴ്ച മഹാരാഷ്ട്ര നിയമസഭയുടെ ഇരുസഭകളിലും തടസ്സമുണ്ടാക്കിയെന്ന് തന്നെ പറയാം. മറാഠ സംവരണ വിഷയത്തിലും ഒ.ബി.സി കോട്ട വിഷയത്തിലും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ പ്രതിപക്ഷത്തെ നിർബന്ധിക്കുന്നതായിരുന്നു അത്. ബി.ജെ.പിയിലും സഖ്യകക്ഷികളിലും വർദ്ധിച്ചു വരുന്ന അസ്വാരസ്യത്തിന്റെ പ്രതിഫലനമായിരുന്നു ഈ നീക്കം. ദീർഘകാലമായി ബി.ജെ.പി ആസൂത്രിതമായി വളർത്തിയെടുത്ത ഒ.ബി.സി വിഭാഗവും മറാഠ വിഭാഗക്കാർ തങ്ങളുടെ വിഹിതം ലംഘിക്കുന്നതായി തോന്നുന്നതിനാൽ എല്ലാവരും അസ്വസ്ഥരാണ്. പാർട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറുന്നതിലേക്ക് നയിച്ച ഇൻകമിംഗ് കൂട്ടങ്ങളെക്കുറിച്ച് സാധാരണ ബി.ജെ.പി പ്രവർത്തകർ സന്തുഷ്ടരല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വാജ്പേയി അദ്വാനി കാലത്ത് വ്യത്യസ്തത പുലർത്തിയിരുന്ന പാർട്ടി വളരെ കാലമായി അപ്രത്യക്ഷമായിട്ടാണ് നിലകൊള്ളുന്നത്. 1980 ജനതാ പാർട്ടിയുടെ ശിഥിലീകരണത്തിന് ശേഷം ബി.ജെ.പി വീണ്ടും ഉണ്ടായ നഗരമാണ് മുംബൈ. അതിൽ മുൻകാല ജനസംഘം ഏറ്റവും സംഘടിത അംഗമായിരുന്നു എന്ന് തന്നെ പറയാം. പ്രമോദ് മഹാജന്റെയും ഗോപിനാഥ് മുണ്ടയുടെയും കാലത്ത് എല്ലാ സുപ്രധാന സംസ്ഥാന തീരുമാനങ്ങളും, പ്രത്യേകിച്ച് സംസ്ഥാന അതിർത്തികളുടെ തെരഞ്ഞെടുപ്പ് പ്രാദേശിക തലത്തിൽ എടുക്കുകയും പ്രഖ്യാപനങ്ങൾക്കായി ഔപചാരികമായി ന്യൂഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്തു. ഇപ്പോൾ മഹാരാഷ്ട്ര ബി.ജെ.പിയെ സാധ്യമായ പരിധിവരെ ന്യൂഡൽഹി നയിക്കുന്നു എന്ന് തന്നെ പറയാം. ആർക്കാണ് ടിക്കറ്റ് ലഭിക്കുകയെന്ന് ഇപ്പോൾ ഒരാൾക്കും അറിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ നിസ്സാരമായി കാണരുതെന്ന് മഹാവികാസ് അഘാഡിക്കുള്ള ഉണർവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും വ്യക്തമാക്കുന്ന ഒരു വസ്തുത. കൃത്യം ഒരു വർഷം മുമ്പ് ശരത് പവാറിന്റെ എൻ.സി.പിയെ പിളർത്തി അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയായി കൊണ്ടുവന്നത്
ഒട്ടകത്തിന്റെ മുതുകിലെ അവസാനത്തെ വൈക്കോൽ എന്ന പഴഞ്ചൊല്ലായി മാറി എന്നതാണ്. അതിന് 2 ദിവസം മുമ്പ് മധ്യപ്രദേശിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ 70,000 കോടി രൂപയുടെ അഴിമതിക്ക് ഉത്തരവാദിയാണെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി അജിത്തിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അജിത്തിന്റെ പ്രവേശനം RSSൽ നിന്നും ആക്രമണത്തിന് വിധേയമായിട്ട് പോലും ഉണ്ട്. ഒപ്പം പല ഭാഗങ്ങളിൽ നിന്നും മുറവിളികളും ഉയർന്നിരുന്നു. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും ശരത് പവാറിന്റെ NCPയും കോൺഗ്രസും അഘാഡിയുടെ പങ്കാളികളാണ്. ശിവസേനയിലെയും പിന്നീട് NCPയിലെയും പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ അവർ മോദി വിരുദ്ധ പശയിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു.